നമസ്തേ, ഭദ്രവിളക്കം ശരണം. ഇന്ന് നമ്മൾ ഭക്തരാവശ്യപ്പെട്ട പ്രകാരം കുടുംബക്ഷേത്രങ്ങളുടെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മളോട് ഭക്തർ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജന്മ കർമ്മ പുണ്യത്തിനകത്ത് കൂടുതലായിട്ട് കുടുംബക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അവർ ജനിക്കുന്ന ആ കുടുംബത്തിനകത്ത് ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം, ക്ഷേത്രത്തിലെ ഉപാസന മൂർത്തികളെ, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അനുസരിച്ചുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അവർ ആചരിക്കുകയും ഒപ്പം തന്നെ അതിൽ കർമ്മബന്ധിതമായ വിഷയങ്ങൾ, ദോഷങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങളുണ്ടെങ്കിൽ ആ കുടുംബ ക്ഷേത്രത്തിലെ കർമ്മദോഷങ്ങൾ പൂർത്തീകരിച്ച് പൂർണ്ണമായി മാറ്റുമ്പോൾ മാത്രമേ ആ കുടുംബക്ഷേത്രത്തിൽ നിൽക്കുന്ന തേവാരങ്ങൾ സന്തതി പരമ്പരകൾക്ക് അനുഗ്രഹസിദ്ധിയായി ഭവിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ആ കുടുംബക്ഷേത്രങ്ങൾ ഇല്ലാത്ത ആൾക്കാരും വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. കുടുംബക്ഷേത്രമില്ലാത്ത ആൾക്കാർക്കുള്ള കർമ്മബന്ധിതമായ ദോഷങ്ങളും കർമ്മക്കെട്ടുകളും പൂർണ്ണമായി മാറുന്നതിനും കുടുംബക്ഷേത്രങ്ങളിലെ തേവാരങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് കർമ്മബന്ധിതമായ ദോഷങ്ങൾ മാറ്റാൻ കഴിയാത്തവർക്കും വേണ്ടി ഉള്ള ഒരു ആശ്രയമായ മഹാ അനുഗ്രഹ സർവമത തീർത്ഥാടന പുണ്യകേന്ദ്രമാണ് ഭദ്രവിളക്ക് കർമ്മസ്ഥാനം. ഇവിടെ വന്ന് ഭദ്രവിളക്കമ്മയുടെ തൃപ്പാദ അരവിന്ദങ്ങളിൽ പൂർണ്ണമായ എല്ലാ കർമ്മക്കെട്ടുകളെയും എല്ലാ കർമ്മബന്ധിതമായ ശാപാദി ദോഷ ദുരിതങ്ങളെയും പൂർണ്ണമായിട്ട് അമ്മയുടെ പാദത്തിലേക്ക് കർമ്മം ചെയ്ത് ഒഴിവ് കണ്ട് ജീവിത വിജയം നേടി പരാശക്തിയെ പ്രാപിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് നടത്തി വരുന്ന മഹാകർമാനുഷ്ഠാനങ്ങൾ. ഭദ്രവിളക്കമ്മയെ ശരണം.